Guys, welcome to Tajikistan. I am not a rich tourist. I am a normal person. I am a traveler. Please try to understand. No. നമ്മളിപ്പോൾ നിൽക്കുന്നത് തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും കാണുക. ഞാൻ ഈ ഒരു ബോർഡറിൽ പെട്ടുപോയതും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എപ്പിസോഡിലുള്ളത്. പിന്നെ എങ്ങനെ വരാം, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കടക്കാർ പോലും നമ്മുടെ അടുത്ത് മുതലെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ പെട്ടിക്കുകയല്ലേ. ഫുഡിന് ഇപ്പോൾ സംസയൊക്കെ നമ്മൾ 5000-നും 6000-നും കഴിച്ചുകൊണ്ടിരുന്ന സാധനം ഇവിടെ വന്നപ്പോൾ 12000 രൂപ 15000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കടയിൽ കയറിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി. ഞാൻ വാങ്ങിയില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ അങ്ങനെ ഒരുത്തനും പറ്റിക്കണ്ട, മനസ്സിലായില്ലേ? ടാക്സിക്കാരനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഒരുത്തനും അങ്ങനെ പറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പെട്ടുപോയി. പക്ഷേ അവർ എന്താ പറയുക, പൈസ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മിക്ക ആൾക്കാർക്കും. സത്യം, കാരണം ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന പൈസ എന്നുള്ള. എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ്, അതിൻ്റെ എത്രത്തോളം അതിൽ ശരിയുണ്ട് എന്നുള്ളത് പോലും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ലഗേജ് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ കടയിൽ കയറി ഒരുപാട് സാധനമൊക്കെ ഇരിക്കുന്നു, പക്ഷേ എല്ലാം നല്ല വില. ഇവിടെ ആണെങ്കിൽ അടുത്ത് ATM കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ATM പൈസ എടുക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് സോം മാത്രമേ ഉള്ളൂ, കാരണം ബോർഡർ ക്രോസിങ് ആയതുകൊണ്ട് വളരെ കുറച്ച് സോം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം ഒരു കേക്ക് മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, കേക്കും അതേപോലെ ഒരു ബ്രെഡും ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നല്ല ഹാർഡായി, നല്ല ഹാർഡായി. കാരണം ഇത് കവറിൽ നിന്ന് പുറത്ത് കിടന്നു കേട്ടോ കുട്ടി. ഗൈസ്, നമ്മളിവിടെ പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, എന്തെങ്കിലും സ്റ്റേ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഇവിടെ ഓരോ സൂപ്പർ മാർക്കറ്റിൽ, ഇവിടെ അടുത്ത് കുറച്ച് ലേഡീസൊക്കെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ വലിയ കുഴപ്പമില്ല, റേറ്റൊക്കെ കറക്റ്റാണ് പറയുന്നത്, ഉടായ്പൊന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഇവരുടെ അടുത്ത് ചോദിച്ച്, അപ്പോൾ അവരെന്തോ വീട് നോക്കട്ടെ എന്നൊക്കെ പറയുന്നതായിട്ട് നടക്കുമെന്ന് അറിയത്തില്ല. There are landlords in that house. Can you stay with them? ഏതോ ഒരു വീട്ടിൽ എന്തോ ഒരു സ്റ്റേ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ. റെഡി? ഹൗ മച്ച് കുഡ് യു ഗിവ്? യു ടെൽ ഹൗ മച്ച്? യു യൂട്യൂബർ? ഇവിടുത്തെ യൂട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലൊരു യൂട്യൂബറൊക്കെ. Shuncha pul so'ramang, chunki men hozir faqat Tojikistonga kirayotganim uchun pulim cheklangan. Shunday qilib mening uyimdagi pulim cheklangan. Faqat mening. Okay. $40. $40 കേട്ടോ. ഇവര് നമ്മളെ തേക്കുവാണ്. I don't have that much money. ഒരു കോഫി പറഞ്ഞു കേട്ടോ. നല്ല തണുപ്പാണ് പുറത്ത് പോയിട്ട്, രക്ഷയില്ല കേട്ടോ. തണുത്തിട്ടാണെങ്കിൽ ഭയങ്കര തണുപ്പ്. അത് കാരണം നൈസിൽ കോഫിയും കുടിച്ചുകൂടെ ഇച്ചിരി നിൽക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറിയതാ. $1 എന്ന് പറയുമ്പോൾ പൈസ എത്രയായി? 800, 1500, 2000. അയ്യോ, 5000 രൂപ. 5000-6000 രൂപയാണ് നഷ്ടം. നമ്മൾ ഇതുവരെ അത്ര എക്സ്പെൻസീവ് താമസിച്ചിട്ടില്ല ഇതുവരെ. പിന്നെയാണ് ഇവിടെ ഏതോ വീട്ടിൽ ഇച്ചിരി സ്പേസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ച് ഞാൻ എന്താ പറയുക, I am not a rich tourist. I am a normal person. I am a traveler. Please try to understand. Don't ask this much money. അത് കൊള്ളാല്ലേ? ഇട്ട് വെക്കാൻ ചിലപ്പോൾ പണി നടന്നാലോ. Aka meni qo'ymasin, men boy sayyoh emasman, men oddiy odamman, men sayohatchiman. Iltimos tushunishga harakat qiling, bunchalik ko'p pul so'ramang. ഒരു സാധാരണക്കാരനാണ് ഞാൻ. എൻ്റെ അടുത്ത് ഇങ്ങനെ വിട്ടാൽ എന്താ ചെയ്യാ? How much coffee? ഭാഗ്യം 4000 ഉള്ളൂ. നല്ല മറ്റേ ആ ചേച്ചി അങ്ങോട്ട്, അല്ല ആൻറ്റി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താണെന്നറിയാൻ വയ്യ, നടക്കത്തില്ലായിരിക്കും. കാരണം ആരെയും സമ്മതിക്കത്തില്ല, എല്ലാവരും നല്ല കാശ് ചോദിക്കും കേട്ടോ. അല്ലാതെ ഒരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമോ? ഒരിക്കലും. അത് ഞാൻ താടിയും മുടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരുത്തനെ എങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനാണ്? എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ മോശക്കാരനെന്ന് എൻ്റെ പറഞ്ഞത് താടി. പക്ഷെ നമ്മൾ വെച്ച് പ്രായമുള്ള ആൾക്കാരല്ലേ. നമ്മളിപ്പോൾ മുഖത്ത് നല്ല യൗവനം നിറഞ്ഞ മുഖവും ഒരു പയ്യനാണ്, ഒരു അങ്ങനത്തെ ഒരു പയ്യൻ്റെ ഒരു ഇതാണെങ്കിൽ ഒരു മക്കളെ പോലെ കണ്ട ആൾക്കാർ കയറ്റും. അല്ലാതെ ഒന്നും ആരും സപ്പോർട്ട് ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഊരും പേരും അറിയാത്ത ഒരാളെ നമ്മളാണെങ്കിൽ കയറ്റും, ഒരിക്കലും കയറ്റത്തില്ല. അത് തന്നെയാണ് ഇവിടെയും. എന്താണ് ഇത് നോക്കാം. എന്തോ ചീത്ത വിളിപ്പിക്കാത്ത ആൾക്കാരെയൊക്കെ.
എന്താ ചെയ്യാൻ? ആൾക്കാരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കാൻ കേട്ടോ ഗൈസ്. അപ്പോ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ആരും എവിടെ റൂമൊന്നും കിട്ടിയില്ല. മറ്റേ അവര് റൂം സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ട് റൂമൊന്നും തന്നില്ല. ഇവന്മാരെ തമാശ ഇതൊക്കെയാണ്. ഇത് തജിക്കിസ്ഥാനിലുള്ള ഡാവാണ് കേട്ടോ. പുള്ളി തജിക്കിസ്ഥാനിലുള്ള ആളാണ്. സജ്ജാദ് ഇന്ത്യ. യൂട്യൂബ്. നമസ്കാരം. 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 നീ പറഞ്ഞിട്ട് പോയാ മതി. കത്തിക്കോടെ കത്തിക്കോ. മുടി കത്തിക്കാനായിട്ട് ഒരുത്തൻ എന്തുവാണ് ഇവിടെ നടക്കുന്നത്. 3 ദിവസം അടുത്ത ഇവിടെ തന്നെയാണല്ലോ റബ്ബെ നിൽക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോ ഗോപ്രോയിൽ ചാർജ് ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ ബാറ്ററി ഇവിടെ ചാർജ് ചെയ്തിട്ടു ഈ കടയിൽ. അത് തന്നെ അതെ. ഒന്നും മനസ്സിലാവുന്നില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം ഒടുക്കത്തെ തണുപ്പുമാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ അറിയാം എല്ലാവരും നല്ല ജാക്കറ്റൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. ഇത് നമ്മളൊരു പാവപ്പെട്ട പുള്ളിയാണ് കേട്ടോ. പുള്ളിയുടെ വീട്ടിൽ എനിക്ക് അഭയം തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പുള്ളിയുടെ അനിയന് ചോദിച്ചപ്പോൾ $40 $50 ഒക്കെ ഒരു ദിവസത്തേക്കൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ പറഞ്ഞ് കാറിൽ ഇരുന്നു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ കാറിൽ ഇത്ര നേരമൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം സംസാരിച്ച്. പുള്ളിക്കാരനാണെങ്കിൽ ഹിന്ദി പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ ഹിന്ദി പാട്ടും ഷാറൂഖ് ഖാൻ രാജ് കപൂർ ഒക്കെയാണ് പുള്ളി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാറൂഖ് ഖാൻ രാജ് കപൂറിൻ്റെയൊക്കെ യൂട്യൂബിൽ ഉസ്ബക്ക് ലാംഗ്വേജിൽ അവരുടെ സിനിമയും പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. രാജ് കപൂർ ഇവിടെ ഭയങ്കര ഫേമസ് ആട്ടോ. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു സംഭവം. ഓക്കെ 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 ഓക്കെ. I am doing bro I am doing myself. It's my face. Okay. It's my face. Okay. അവിടെ ഒരുത്തന് അവന് ഇത് എടുത്തോണ്ടിരിക്കുക. അവന് ഈ മണിയുടെ പരിപാടി ഇല്ലേ. അവിടെ ഒരുത്തന് ഈ പൈസ ഉണ്ടല്ലോ, പൈസ ബ്ലാക്ക് മണി മാർക്കറ്റുള്ളൊരു സെറ്റപ്പാണ്. കാരണം ഇവന്മാർ നമ്മൾ ഡോളർ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൈസയും തരും. തജിക്കിസ്ഥാനിൽ അപ്പുറത്തെ പൈസയൊക്കെ തരും നമുക്ക്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇവിടെ. ഇങ്ങനെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ പരിപാടി. അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവ അവിടെ നിന്നിട്ട് അവൻ എൻ്റെ അടുത്ത് കലിപ്പിക്കുന്നു. അവൻ ചൂടാവുന്നു, വീഡിയോ എടുക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ് എൻ്റെ ഫേസാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നൈസിന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടോ. എന്തോ പറയാനെന്ന് പറയാം കേസ്. ഇവിടെ എന്തോ ചെയ്യുന്നൊരു പിടുത്തമില്ല. അതായത് കണ്ടോ, ഇതൊരു പാർക്കിംഗ് ആണ്. ഇവിടെയാണ് ഇവന്മാർ ഈ ടാക്സി മൊത്തം വണ്ടികളെല്ലാം ഇട്ടേക്കുന്നത് കണ്ടോ. രാത്രിയാണ്, ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ട്. അതില്ലേ അതേപോലെ ഇവിടെ ബാത്റൂം ഉണ്ട്. ഫ്രഷപ്പ് ആവാനൊക്കെ ഇവിടെ പ്ലേസ് ഉണ്ട്. പക്ഷേ 3000 സോം കൊടുക്കണം കേട്ടോ. 3000 സോം എന്ന് പറയുമ്പോൾ ഒരു 20-25 രൂപ കേട്ടോ ഇന്ത്യൻ മണി. കുളിക്കാം, ബാത്റൂമിൽ പോകാം, നമ്പർ 2 നമ്പർ 1 ഒക്കെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു തണുപ്പ് നമുക്കൊരു തരണം ചെയ്തു പോകാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വേണ്ട സാമഗ്രികൾ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ കയ്യിൽ ജാക്കറ്റ് ഇല്ല. ഇതേ നമ്മളൊരു സ്വെറ്റർ അകത്തിട്ടേക്കാണ്. നമ്മളൊരു സ്വെറ്റർ അകത്തിട്ടേക്കാണ്. അതേ പുറത്തൊരു ജേഴ്സി, നമ്മളെ ചെറുക്കൻ്റെ ജേഴ്സി മാത്രമേ ഇട്ടേരുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. തണുപ്പില്ലെങ്കിൽ പ്രശ്നമില്ല. ഇതിന് എവിടെയെങ്കിലും പിന്നെ ഇടയ്ക്ക് ഈ കടയൊക്കെ ഒരു വിധം 24 hours. ഇവിടെ ഈ കാണുന്ന കടകളെല്ലാം 24 hours. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇടയ്ക്ക് നല്ല തണുപ്പാകുമ്പോൾ അകത്തോട്ട് കയറി എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ മുഴുവൻ പൈസയാണ് കേസ്. ഇവിടെ പൈസ ഉണ്ടെങ്കിലാണ് കാര്യം. എല്ലാവർക്കും പൈസ മതി. നമ്മുടെ അടുത്ത് സ്നേഹം കാണിച്ച് ഇങ്ങനെ വന്ന എന്താ പ്രശ്നം, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. എന്നിട്ട് $40, $50, $30, $60 ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൈസ തന്നെയാണ് മെയിൻ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ആണെന്ന്. കാരണം പലയിടത്തും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നത്. പക്ഷേ ഇവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള പണികൾ കിട്ടും. നിങ്ങളൊരു ട്രാവലർ ആണെങ്കിൽ, ഒരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ കേട്ടോ. ഗായ്സ്, അതാ നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന പുതിയൊരു കോലത്തിലും പുതിയൊരു സ്ഥലത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് പുതിയ സ്ഥലമൊന്നുമല്ല. സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഫുള്ള് സ്നോഫോൾസും അതേപോലെ ഭയങ്കരമായ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏകദേശം -5 വരെ ആയിരുന്നു തണുപ്പ്. അപ്പോൾ എനിക്ക് അന്ന് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ മുന്നേ കണ്ട
ആ ഒരു ഇതിനകത്ത് എനിക്ക് അവിടെ ഒരു രാത്രി മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന് തണുപ്പ് ഭയങ്കരം. എൻ്റെ കയ്യിലാണെങ്കിൽ സ്വെറ്റർ ഇല്ല, അല്ല ജാക്കറ്റ് ഇല്ല. നിങ്ങൾക്കറിയാം വീഡിയോ കാണുന്നവർക്ക് ജാക്കറ്റ് ഇല്ല. എനിക്ക് ഒരിക്കലും ജാക്കറ്റ് ഇല്ലാതെ അവിടെ 3 ദിവസവും നിൽക്കാൻ പറ്റത്തില്ല. ബോർഡറിൽ നിന്നാൽ ഞാൻ ഡെഡായി പോകും. കാരണം അവിടെ ഒരു റൂം കിട്ടാനില്ല, ഒരു ബസ്സില്ല, ഒന്നുമില്ല. ആകെ ഉള്ളത് ടാക്സി സർവീസ് മാത്രം. അത് അടുത്ത് വരെ പോകാൻ തന്നെ അവന്മാർ ഭയങ്കര പൈസ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ച് ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ തന്നെ വരാമെന്ന് വെച്ചിട്ട് നമ്മൾ താമസിച്ചിരുന്ന ആർട്ട് ഹോസ്റ്റലിൽ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ 2 ദിവസം നിന്നു. 2 ദിവസം നിന്ന് ഞാൻ പോയി ജാക്കറ്റ് ഇന്നലെ വാങ്ങിച്ചു. ഇവിടെ ഇപ്പം സ്നോഫോൾസ് ആയി, നല്ല തണുപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പോയി ജാക്കറ്റ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗ് പൊട്ടിപ്പോയി. അങ്ങനെ ഇവിടെ ഞാൻ ട്രാവലർ ബാഗ് തപ്പി കുറേ നടന്ന് ട്രാവലർ ബാഗ് തപ്പി. അങ്ങനെ എനിക്ക് ട്രാവലർ ബാഗ് കിട്ടിയില്ല. ഒരിടത്തും ട്രാവലർ ബാഗ്, വലിയ ബാഗ് കിട്ടുന്നില്ല. ലാസ്റ്റ് പിന്നെ അർജൻറ്റായിട്ട് ഇന്ന് 17-ാം തീയതിയാണ്. ഇന്ന് കയറിയില്ലെങ്കിൽ ഇനി അവന്മാർ നാളെ ചെന്നാൽ പിന്നെ കയറ്റിയില്ലെങ്കിലോ തജിക്കിസ്ഥാൻ ബോർഡിലോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. ഇത് കണ്ടോ, 1 സൈഡ് തൂക്കിയിടുന്ന ബാഗാണ്. ടെൻറ്റ് ഇവിടെ ഇങ്ങനെ കെട്ടി. എന്നിട്ട് ഇപ്പുറത്ത് ലാപ്ടോപ്പ് ബാഗ് ഇപ്പുറത്തുണ്ട്. നല്ല വെയിറ്റാണ്, കാരണം ഒറ്റ ഷോൾഡറിലാണ് എല്ലാം കിടക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത്. എന്താണെങ്കിലും തൽക്കാലം ഇത് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് തജിക്കിസ്ഥാനിൽ നിന്ന് എന്തായാലും കയറിയേ പറ്റൂ. അപ്പോൾ തജിക്കിസ്ഥാനിലോട്ട് പോവുകയാണ്. വീണ്ടും അന്ന് നമ്മൾ പോയ അതേ റൂട്ടിൽ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, സെയിം റൂട്ടിൽ കൂടി തന്നെ കേട്ടോ നമ്മളിന്ന് തജിക്കിസ്ഥാനിൽ പോകാൻ പോണത്. നമ്മളിനി പോകാൻ പോണത് -29-നും -35-ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ ജാക്കറ്റ് സെറ്റാണ്, സീനൊന്നുമില്ല. പക്ഷെ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് മേടിക്കാണ്ട്. ഇതുണ്ട് ഇവിടെ നടക്കുമ്പോൾ ഇതുണ്ടോ ഫുൾ ഐസാണ്. അപ്പോൾ വിൻ്റർ ഷൂസ് മേടിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സാധാ ഷൂ ഇട്ട് നടക്കുവാണെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനം ഇനിയിപ്പോൾ തജിക്കിസ്ഥാനിൽ ചെന്നിട്ട് നോക്കാം. നമുക്ക് അവിടെ ചിലപ്പോൾ വില കുറച്ച് കിട്ടുമായിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഞാൻ ഇപ്പോൾ മെട്രോയിലോട്ടാണ് നടക്കുന്നത് കേട്ടോ. അതുപോലെ സ്നോഫോൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ടാക്സിയൊക്കെ ഒരു രക്ഷയില്ലാത്ത റേറ്റാണ് കേട്ടോ. നമ്മളെ യാൻഡെക്സൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഭയങ്കര ലാഭമാണെന്നൊക്കെ. അയ്യോ കത്തിയാണ്. കത്തി എന്ന് പറഞ്ഞാൽ ലോക കത്തി. കാരണം ഈ സ്നോഫോൾസ് ആയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം സ്നോഫോൾ ആകുമ്പോൾ ഡിമാൻഡ് കൂടും. ആൾക്കാർ ഇറങ്ങി നടപ്പ് വളരെ കുറവാണ്. പിന്നെ എല്ലാവരും ടാക്സി തന്നെ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് സംഭവം. ഗായ്സ് അങ്ങനെ ഇതാ നമ്മൾ വീണ്ടും ഒയ്ബക്കിൽ എത്തിയേക്കാണ് കേട്ടോ. ഒയ്ബക്ക് ബോർഡറിൽ വീണ്ടും ഇത്തവണ മിസ്സാവാതെ കേട്ടോ. ഇത്തവണ എന്തായാലും മിസ്സാകത്തില്ല. നമ്മൾ കയറും. കാരണം നമ്മുടെ വിസയും കാര്യങ്ങളും എല്ലാം പ്രോപ്പറാണ്. ഡേറ്റ് കറക്റ്റിലാണ് വന്നേക്കുന്നത്. ഒയ്ബക്കിൽ മാറ്റം നോക്കിയ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ എങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്താ അവസ്ഥ ഇത് കണ്ടോ. നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ -3 ആണ് കേട്ടോ. ഫീൽസ് ലൈക്ക് -6 അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ടെമ്പറേച്ചർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമയത്ത് ഞാൻ അന്ന് തിരിച്ചു പോവാതെ ഇവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. എൻ്റെ ജാക്കറ്റില്ല, എൻ്റെ ഈ പറയുന്ന ബാഗില്ല, ബാഗ് പൊട്ടിപ്പോയി, ഞാൻ ആകെപ്പെട്ട് പണ്ടാരടങ്ങി പോയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അന്ന് തിരിച്ച് വാശിയൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് തിരിച്ച് തഷ്കന്തി പോയതുകൊണ്ട് നമുക്കിപ്പോൾ കറക്റ്റിന് സാധനങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റി. വീണ്ടും നമ്മൾ നമ്മളിപ്പോൾ ആ ബോർഡറിൽ എത്തുവാണ്. ഇവിടെ ഒരു രാത്രി ഞാൻ ഇവിടെയാണ് ചിലവഴിച്ചത് കേട്ടോ. ഒരു രാത്രി വരെ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കി. പക്ഷേ സ്നോഫോളും കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ളത് വന്നപ്പോഴത്തേക്കും നമുക്ക് പറ്റാതെ വന്നുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ്. പിന്നെ അത് ഈ ഒറ്റ ബാഗ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ട്രാവലർ ബാഗ് തന്നെയാണ് ബെസ്റ്റ്. ഈ ഒരു ബാഗ് നല്ല വെയിറ്റാണ്. ഒറ്റ ഷോൾഡറിനകത്ത് തൂക്കുന്നത് ബുദ്ധിമുട്ടാണ്. മിക്കവാറും ഞാൻ ബാഗ് ഒന്നും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം അത്ര പാടാണ് കേട്ടോ ഇതെടുത്ത് നടക്കാനായിട്ട്. നമ്മൾ കൂടുതലും നടപ്പാണ് നമ്മളെ പരിപാടി. അപ്പോൾ പിന്നെ ഇതുമായിട്ട് പക്ഷേ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് കണ്ടവർക്കും ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്കറിയാം, പൈസ എന്നുള്ളൊരു ഒറ്റ രീതിയാണ് ഇവിടെയുള്ള ഈ ടാക്സി ഡ്രൈവറൊക്കെ. കാരണം അവർ സ്നേഹം കാണിക്കും നമ്മളടുത്ത്. പക്ഷേ ആ സ്നേഹം കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന്ന് മാക്സിമം ടൂറിസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ പൈസ അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്നേഹം കാണിപ്പാണ് കേട്ടോ. നോർമലായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല. അന്ന് ഞാൻ ഒരു ആളെ പരിചയപ്പെട്ട് നോർമലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന. പക്ഷെ അവർ എന്നിരുന്നാലും പൈസയാണ് ഇവർക്ക് ഭയങ്കര മെയിനായിട്ടാണ് എനിക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് കേട്ടോ. അത് എസ്പെഷ്യലി ഈ ടാക്സി ഡ്രൈവർമാർ എന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിരി മണിയൊന്നും അല്ല, നല്ല ഇരട്ടി പൈസയാണ് കേട്ടോ കൂടുതൽ ചോദിക്കുന്നവർ ടാക്സിയിലെ. നോ മണി ബ്രോ. മണി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അടുത്ത തജിക്കിസ്ഥാനിലെ മണി ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നില്ല, നമുക്ക് അവിടെ ATM നിന്ന് എടുക്കാം. ഗൈസ് വെൽക്കം ടു തജിക്കിസ്ഥാൻ. നമ്മൾ ഒടുവിൽ
ബോട്ട് ക്രോസ് ചെയ്തേക്കാണത്. ഇവിടെ മൊത്തം ടാക്സി ഡ്രൈവർമാരാണ് കേട്ടില്ലേ. എൻ്റെ പൊന്നോ ഫുള്ള് നടക്കാനായിരുന്നു കേട്ടോ ഇത്രയും വെയിറ്റ് എടുത്ത്. ഇവിടെ ഫുള്ള് ടാക്സി ഡ്രൈവർമാരായിരുന്നു. ഇതെല്ലാം തജിക്കിസ്ഥാനിലെ ആൾക്കാരാണ്. നമ്മൾ അപ്പുറത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ദുഷാൻബേ കുജാന്ത് എന്ന് പറഞ്ഞ ടീമുള്ളത്. പക്ഷേ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ടീസെൽ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് കേട്ടോ. ഇത് സിം എടുക്കുന്ന സ്ഥലമാണ് ടീസെല്ല്. നമ്മൾ അവിടെ ഉപയോഗിച്ച യൂസെല്ലായിരുന്നു, ഇവിടെ ടീസെല്ല്. തജിക്കിസ്ഥാൻ ആയപ്പോൾ ടീസെല്ലായി. അപ്പോൾ ഇവരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എങ്ങോട്ട് പോകണമെന്നൊരു പ്ലാനില്ല, കാരണം എനിക്കൊന്നും അറിയാൻ പോയി. ഇവിടെ ഏകദേശം രാത്രി ആയിട്ടുണ്ട്, പക്ഷേ 8 മണി ആ ഒരു സമയമായിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഇറങ്ങാൻ പറ്റി, മാഷാ അല്ലാഹ് രക്ഷപ്പെട്ട്. എന്തായാലും ഒന്നും പറയണ്ട, ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ കഷ്ടപ്പെട്ടു കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടവർക്ക് അറിയാം. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് സിം എടുക്കണം. സിം എടുക്കാൻ ആളൊന്നും കാണുന്നില്ല, ആളുണ്ടെങ്കിൽ സിം എടുക്കണം. അല്ല എന്നിട്ട് നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ മാപ്പ് നോക്കട്ടെ, നിയർ ബൈ സിറ്റി ഏതാ വരുക വെച്ചാൽ അങ്ങോട്ടേക്ക് പിടിക്കാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് നാളെ മുതൽ തജിക്കിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. അങ്ങനെ ഒടുവിൽ കൈസ് നമ്മൾ തജിക്കിസ്ഥാൻ എത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ഏതാണെന്ന് അറിയില്ല. നല്ല കിണ്ണം തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. അതെ, കൈയൊക്കെ മലവിച്ച് പോകണം. കൈ അപ്പോൾ പോക്കറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിച്ച് എന്തായാലും സെറ്റ് ആയതുകൊണ്ട് എന്താ പറയുക പൊളിയായിട്ടുണ്ട്, സെറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ടാക്സിക്കാരാണ്. പക്ഷെ അവിടുത്തെ അത്ര ശല്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ആൾക്കാർ കുറവാണ്. അവിടെ ഭയങ്കര തിരക്കാണ് അവിടെ, നിങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുവാണ്. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത കിടിലം തജിക്കിസ്ഥാൻ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.